Morning. Morning, ma'am. എങ്ങനെയുണ്ട് മഴ? നല്ല മഴ. നല്ല മഴയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഹൗസ് കീപ്പിംഗ് സർവീസസ് ആയിരുന്നു അല്ലെ? എന്തായിരുന്നു ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല്? എന്തൊക്കെ ടാസ്ക് ആണ് അത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ടാസ്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്? ആർക്ക് പറയാൻ പറ്റും? ഓർക്കുന്നുണ്ടോ? To clean and sanitize. എന്തൊക്കെയാ ക്ലീൻ To fill up the empty soap bottles. പിന്നെ പറഞ്ഞാൽ കൂടി. Dispose waste materials. ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ് അവിടെ ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഇമ്പോർട്ടൻസ് വരെയാണ് എടുത്ത് നിർത്തിയതല്ലേ? നോക്കാം കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കാം. One minute. Okay. Objectives of housekeeping. Common sanitization, cleanliness and comfortable environment എന്നാക്കണം കേട്ടോ. കറക്റ്റ് അല്ലേ നിങ്ങളുടെ PDF-ല്? കറക്റ്റ് ആണോ? Common sanitation, okay, cleanliness and comfortable environment. Sanitation എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചിത്വമായ അല്ലെ, ശുചിയുള്ള, അതുപോലെ തന്നെ ക്ലീൻലിനെസ്, വൃത്തിയുള്ള, അതുപോലെ കംഫർട്ടബിൾ അല്ലെ, സുഖപ്രദമായ ഒരു അന്തരീക്ഷം എന്താണ് അവിടെയുള്ള സ്റ്റാഫിനായാലും അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിനായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഡെവലപ്പിംഗ് പൊളൈറ്റ് ആൻഡ് റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് അറ്റ്മോസ്ഫിയർ. ഫ്രണ്ട്ലി ആൻഡ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞിട്ടില്ലേ? ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെ? എത്ര വരെയല്ല കൊടുത്തിരിക്കുന്നത്? ഡെവലപ്പ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. എന്താണ് പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ യോഗ്യമായ, റിലയബിൾ മീൻസ് വിശ്വാസയോഗ്യമായ, അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഹൗസ് കീപ്പിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? Good inter-departmental heartly relation. എന്താ പറയുന്നത്? ഈ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ, ആ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻ സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് വണ്ണാണ് ensuring safety to staff, patient and relatives. പേഷ്യൻസിനായാലും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിനായാലും സ്റ്റാഫിനായാലും സേഫ്റ്റി, സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്നു, ഉറപ്പാക്കുന്നു. ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻറ്റ്സ്. എന്തൊക്കെയായിരിക്കാം സാനിറ്ററി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല്? പറയാൻ പറ്റുമോ? കുറച്ച് എക്സാമ്പിൾസ്. സാനിറ്ററി എക്യുപ്മെന്റ്സ് എന്തൊക്കെയാവാം? ബ്രഷ്, ഓക്കെ, ലോഷനൊക്കെ ഏജൻസിയിലാണ് വരുന്നത് കേട്ടോ. ക്ലീനിങ് ഏജൻസിയിലാണ് വരുന്നത്. മിസ് പറയാം. ഡസ്റ്റ് പാൻസ്, അതുപോലെ വാക്യൂം ക്ലീനേഴ്സ്, എക്യുപ്മെന്റ്സ് അല്ലേ വാക്യൂം ക്ലീനേഴ്സ്, ബ്രൂംസ്, ബ്രഷ്, ഇതൊക്കെയാണ് എക്യുപ്മെന്റ്സിൽ വരുന്നത്, സാനിറ്ററി എക്യുപ്മെന്റ്സിൽ വരുന്നത്. അതുപോലെ ക്ലീനിങ് ഏജൻസിൽ ലിക്വിഡ്സ്, പൗഡേഴ്സ്, സ്പ്രേ, ലോഷൻ ഇതൊക്കെ വരും കേട്ടോ. കിട്ടിയോ? സാനിറ്ററി എക്യുപ്മെന്റ്സിൽ വാക്യൂം ക്ലീനേഴ്സ്, ബ്രൂംസ്, ബ്രഷ്.
അതുപോലെ ലിക്വിഡ്സ്, ക്ലീനിങ് ഏജൻസിൽ വരുന്നത് ലിക്വിഡ്സ്, പൗഡേഴ്സ്, സ്പ്രേ, ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതിന്റെയൊക്കെ ക്വാളിറ്റി, സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും അതുപോലെ ക്ലീനിങ് ഏജൻസിന്റെയും ക്വാളിറ്റി നിലനിർത്തുക. ഇതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് വൃത്തി അല്ലെ, ഹോസ്പിറ്റലൊക്കെ വൃത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, എക്സ്പയറി ആയി കഴിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ ആയാലും ക്ലീനിങ് ഏജൻസിന്റെ ആയാലും ക്വാളിറ്റി നിലനിർത്താം. അതുപോലെ തന്നെ പ്രോപ്പർ റെക്കോർഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യാം, അതുപോലെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, നല്ല രീതിയിൽ സാനിറ്റൈസേഷൻ അല്ലെ, ഈ ശുചിയുള്ള അതുപോലെ തന്നെ വൃത്തിയുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൊളൈറ്റും റിലയബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ, പ്ലസന്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ട്ലി റിലേഷൻസ്, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ആരോഗ്യമുള്ള ഒരു റിലേഷൻ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാഫുകള്, പേഷ്യൻസ്, അവരുടെ റിലേറ്റീവ്സിനൊക്കെ സുരക്ഷിതത്വം, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ സാനിറ്ററി എക്യുപ്മെന്റ്സിനും ക്ലീനിങ് ഏജൻസിനും ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. റെക്കോർഡ് കീപ്പിംഗും ആൻഡ് ഫീഡ്ബാക്കും പ്രോപ്പർ ആയിട്ട് നടത്തുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോഴും അല്ലെ, CSD ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതുപോലെ തന്നെ മോർച്ചറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴും എന്തുണ്ട്, അതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലെ, അത് പഠിച്ചപ്പോഴും ലൊക്കേഷൻ, അതിന്റെ ലൊക്കേഷന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇതിനുണ്ട് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ലൊക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. Housekeeping attends all areas and departments of the hospital. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല ഏരിയാസും ഉണ്ടല്ലേ ഹോസ്പിറ്റലുകളിൽ. അപ്പോ അങ്ങനെയുള്ള ഏരിയാസിലും പല ഡിപ്പാർട്ട്മെന്റ്സിലും ഹൗസ് കീപ്പിംഗ് സേവനം ചെയ്യുന്നു. Though may be situated in a non-prime area, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നോൺ പ്രൈം ഏരിയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് നോൺ പ്രൈം ഏരിയ എന്ന് പറഞ്ഞാല്, അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയയിലാണ് ഇത് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്, ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ അല്ലെ. അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലില് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഏരിയാസ് കാണാൻ പറ്റും. എന്തൊക്കെയായിരിക്കും ഞാൻ കാണുന്നത്, റിസപ്ഷൻ, എൻക്വയറി അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അല്ലെ. അപ്പോ അധികം പ്രാധാന്യമില്ലാത്ത ഏരിയകളിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. It should be as far as possible centrally located and close to vertical transport system to make a way for easy movement of housekeeping materials and equipments. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നമുക്കറിയാം, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലായിട്ട് അതിന്റെ സെൻട്രൽ ആയിട്ടായിരിക്കാം ഈ ഏരിയയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും നമുക്ക് ഒരറ്റത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, നടുക്ക് സെൻട്രൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആയിട്ടാണെങ്കിൽ എന്താണ് ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിന്റെയും സെൻട്രൽ ആയിട്ടായിരിക്കാം ഈ ഏരിയ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ എന്താണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഈ വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഈസി ആയിട്ട് നമുക്ക് മൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നോൺ പ്രൈം ഏരിയയിലായിരിക്കും. അണ്ടർലൈൻ ചെയ്യാട്ടോ. ക്ലിയർ ആണോ? ലൊക്കേഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, എന്നിട്ട് നെക്സ്റ്റ് പറയാം നമുക്ക്.
ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓർഗാനോഗ്രാം. ഇമ്പോർട്ടന്റ് ആണ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാമില് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അതിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കിയേ. ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ്സ് മീൻസ് ലീഡ്, ലീഡർ പറയാറുണ്ടല്ലേ നമ്മള്. ഹെഡ് അല്ലെ, നയിക്കുക അല്ലെ. ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്ന ആളാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് നയിക്കുന്ന ആളാണ് മാനേജർ എന്ന് പറയുന്നത്. He or she should be able to form, control and develop housekeeping services in the hospital. എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ഹൗസ് കീപ്പിംഗ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്, അതുപോലെ കൺട്രോൾ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, വികസിപ്പിക്കുന്നതൊക്കെ ആരായിരിക്കും? ആരുടെ കീഴിലായിരിക്കും? ആരാണ്? ഈ മാനേജർ ആയിരിക്കും. അപ്പൊ എന്താണ് പറഞ്ഞാലും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസസ് ആ ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്നത് മാനേജർ ആണ്. ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഈ മാനേജർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്തുന്നതും കൺട്രോൾ ചെയ്യുന്നതും വികസിപ്പിച്ചെടുക്കുന്നതും. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? മാനേജറിന്റെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. ട്രെയിൻഡ് ആൻഡ് അക്വൈന്റന്റ്. അക്വൈന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അക്വൈന്റന്റ് with the housekeeping procedures and able to manage the housekeeping staff. എന്താണ് മീനിങ്? അക്വൈന്റന്റ്. അക്വൈന്റന്റ് എന്തായിരിക്കും? പരിചയമുള്ള. ഓക്കെ, പരിചയമുള്ള. അക്വൈന്റന്റ് എന്ന് പറഞ്ഞാല് പരിചയമുള്ള. Trained and acquainted with the housekeeping procedures. ഈ ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങൾ അല്ലെ. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങള്. ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളില് വളരെ ട്രെയിനിങ് ലഭിച്ചവരും പരിചയമുള്ളവരുമാണ് ആര്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് വളരെ പരിചയമുള്ളവരും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ലഭിച്ചവരാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഏബിൾ ടു മാനേജ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇനി അവരുടെ ജോലി എന്താണ്? ഇവർക്ക് താഴെയുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ലേ, അവരെ മാനേജ് ചെയ്യുക എന്നുള്ള ജോലിയാണ്. മാനേജ് ചെയ്യുന്ന അങ്ങനെയുള്ള കഴിവും ഇവർക്ക് ഉണ്ടാവും. ഓക്കെ, ഇവരെന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് വളരെ പ്രാധാന്യം അല്ലെ, വളരെ എന്താണ് പരിചയമുള്ളതും അതുപോലെ തന്നെ വളരെ ട്രെയിനിങ് ലഭിച്ച ആൾക്കാരായിരിക്കും. അവര് ആരെയാണ് മാനേജ് ചെയ്യുന്നത്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നു. ഇനി ഈ ഹൗസ് കീപ്പേഴ്സിനും അതുപോലെ തന്നെ ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും കീഴിൽ വരുന്നവരാരാണ്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ്. വളരെ താഴ്ന്ന അല്ലെ, താഴ്ന്ന പൊസിഷനിൽ ഉള്ളവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. നോക്കി അവരുടെ പ്രത്യേകത. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് അല്ലെ. ഇൻഎക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പേർട്ട് അല്ലാത്തത് അല്ലെ. എക്സ്പേർട്ട് അല്ലാത്തവരും അതുപോലെ ലോവസ്റ്റ് പെയ്ഡ്. സാലറി എന്തായിരിക്കും അവർക്ക്? എങ്ങനെയുള്ളതായിരിക്കും? ഹൈ ആണോ ലോ ആണോ വരുന്നത്? ലോ സാലറി ആയിരിക്കും. അപ്പൊ എംപ്ലോയീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇൻഎക്സ്പേർട്ട് ആയിരിക്കും, അതുപോലെ ലോ സാലറി ആയിരിക്കും. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ദ housekeeping procedure by training and education. Housekeeping procedure-ന്റെ അത് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ലഭിക്കുന്നതിലൂടെ അവർക്ക് എന്താണ്? ആ ജോലി കൂടുതൽ ഫെമിലിയർ ആകുമോ? അങ്ങനെയുള്ള ട്രെയിനിങ്ങും അത് അവര് എന്തെങ്കിലും എഡ്യൂക്കേഷൻ അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്ക് പ്രാക്ടീസ് കിട്ടുന്നതിലൂടെയാണ് ഈ ജോബില് അവര് പരിചയമുള്ളവരാകുന്നത്, ഫെമിലിയർ ആകുന്നത്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ഓർഗാനോഗ്രാമിൽ വരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. അതുപോലെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. തേർഡ് പൊസിഷനില് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനില് വരുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ്. ഇനി ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന്റെ ജോലി എന്താണ്? ആ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുക, എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു കഴിവുള്ള ആളാണ് ആര്? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് വളരെ ട്രെയിനിങ് ലഭിച്ചവരും വളരെ പരിചയമുള്ള ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് ട്രെയിനിങ് ലഭിച്ചവരും വളരെ പരിചയമുള്ള ആളുകളായിരിക്കും. അവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സിനെ മാനേജ് ചെയ്യുന്നത്. ഈ എംപ്ലോയീസ്, ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആരാണ്? അവര് ഇൻഎക്സ്പേർട്ടുകളായിരിക്കും, ലോവസ്റ്റ് സാലറി കുറവായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെയും പല പല എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിന്റെ ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെയും എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെയുമാണ് ആ ജോലിയിൽ അവർ ക്ലിയർ ആകുന്നത്. ഓക്കെ, വായിച്ചോക്കി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർഗാനോഗ്രാം പഠിക്കണം. ക്ലിയർ ആണോ ഓർഗാനോഗ്രാം? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. നോക്കാം. The following facilities and space are needed for housekeeping. First point ആണ് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. ഓക്കെ, സൗകര്യങ്ങളും സ്പേസ് റിക്വയർമെന്റ്സും ആണ് നമ്മൾ പറയുന്നത്. അപ്പോ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർക്ക് എന്തുണ്ടാവണം? ഒരു ഓഫീസ് വേണം. ഇനി ഏരിയാസ് ഫോർ ക്ലർക്ക് വർക്ക്, ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ വേണം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. അതുപോലെ ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ആവശ്യമാണ്. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. ഓഫീസ് ഫോർ ദി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് ഫോർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. ഇനി എന്താ പറയുന്നത്? ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർക്ക് എന്താവശ്യമാണ്? ഓഫീസ് വേണം. ഓക്കെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഒരു ഓഫീസ് വേണം. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർ
Supervisors are physically located in their concerned area of supervision where the personnel under them work. എന്താ പറയുന്നത്? ഫ്ലോർ സൂപ്പർവൈസർക്ക് കീഴിലുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ലേ? ഇല്ലേ? നമ്മൾ ഓർഗാനോഗ്രാമിൽ പഠിച്ചല്ലേ? ഫ്ലോർ സൂപ്പർവൈസേഴ്സിന് കീഴിലുള്ളതാണ് എന്ത്? എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് കീഴിലുള്ള ആളുകളെ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവരുമായിട്ട് അടുത്ത പ്രദേശത്തായിരിക്കണം ഇദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന അടുത്തായിരിക്കണം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, ക്ലറിക്കൽ വർക്ക് ചെയ്യാനായിട്ട് ഏരിയ വേണം, അതുപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൾക്ക് എന്ത് വേണം? ഒരു ഓഫീസ് വേണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വർക്ക് ചെയ്യുന്ന പ്രദേശത്തായിരിക്കണം, പ്രദേശത്തിനോട് അടുത്തായിരിക്കണം ഈ ഓഫീസ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ മനസ്സിലായോ? ഇനി 4ാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ്. സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, സപ്ലൈസ് വെക്കാനായിട്ട് അല്ലെ, സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്. ക്ലോസറ്റ്സിന് ഇവിടെ 2 അർത്ഥങ്ങളുണ്ട്. ക്ലോസറ്റ്സിന് അലമാര എന്നും അതുപോലെ തന്നെ ടോയ്ലറ്റ് എന്നും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അലമാര. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ all floors throughout the hospital equipped with the floor sinks and space and shelves for housekeeping equipments, cart, buckets and supplies. ഇവിടെ പറയുന്നത് ഈ ഹോസ്പിറ്റലിന് ഉടനീളമുള്ള എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്, ഫ്ലോർ സിങ്ക്. ഫ്ലോർ സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ അറിയോ നിങ്ങൾക്ക്? ഈ കുളിക്കുമ്പോൾ നമ്മുടെ ബാത്റൂമിൽ നിന്നൊക്കെ അരിപ്പ പോലുള്ള ഒരു സാധനമില്ലേ? അരിപ്പ പോലുള്ളൊരു ഇതാ ഫ്ലോർ സിങ്ക്, വെള്ളം പോകാനായിട്ട് കണ്ടിട്ടില്ലേ? അതിനെയാണ് ഫ്ലോർ സിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്, കാറ്റ്, ബക്കറ്റ്, അപ്പൊ ഇവയ്ക്കെല്ലാം ഉള്ള സ്പേസും അതുപോലെ ഷെൽഫുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കണം. മനസ്സിലായോ? ഹോസ്പിറ്റലുകളിലുടനീളമുള്ള എല്ലാ നിലകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എന്ത് വേണം? ഈ ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സുകള്, ഫ്ലോർ സിങ്കുകള്, അതുപോലെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്, കാട്ട്, ഉന്തുവണ്ടികള്, അതുപോലെ ബക്കറ്റുകള് എന്നിവയ്ക്കുള്ള സ്പേസും വേണം, ഷെൽഫുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റുട്ടീൻ, supplies for daily use on the floors and department should be delivered in their closets directly. ഇനി ഇവിടെ ക്ലോസറ്റ്സ് ഉദ്ദേശിക്കുന്നത് അലമാരയാണ് കേട്ടോ. അലമാര ഡയറക്ട്ലി, ക്ലോസറ്റ്സ് ഡയറക്ട്ലി, അലമാര എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ദൈനംദിന ഡേ ടു ഡേ യൂസസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സാധനങ്ങള് അലമാരയിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യാനുസരണം നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സാധനങ്ങള് ഒറ്റ അലമാരയിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യാനുസരണം എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്തൊക്കെ പോയിന്റ്സ് ആണ്. ആർക്കൊക്കെയാണ് ഓഫീസ് ഉള്ളത്, ഓഫീസ് വേണമെന്ന് പറയുന്നത് ആർക്കൊക്കെയാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് നോക്കാം.
The department is accountable for the various tasks. ഇങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്സിന് കുറച്ച് ടാസ്കുകൾ ചെയ്യാനായിട്ട് ഉത്തരവാദിത്തമുണ്ട്. ഏതൊക്കെയാണ് ടാസ്ക് നോക്കാം. ഫോളോയിങ് ആർ സം ഓഫ് ദി ഫങ്ഷൻസ്. ഫസ്റ്റ് ഫങ്ഷൻ ആണ് എന്ത്? ഡെയിലി ക്ലീനിങ്. എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടത്? This consists of sweeping and mopping floors. Sweeping എന്ന് പറഞ്ഞാൽ എന്താണ്? Sweeping. Sweeping is തുടയ്ക്കുക അല്ലെ? തുടയ്ക്കുക. മോപ്പിംഗ് അറിയാലോ? മോപ്പിംഗ് എന്താ? തുടയ്ക്കുന്നത്. ഓക്കെ. അപ്പോ സ്വീപ്പിംഗ് അടിച്ചു വാരുന്നതും അതുപോലെ തന്നെ തുടയ്ക്കുക. ഫ്ലോർസ് ഒക്കെ തുടച്ച് അടിച്ചു വാരി വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഡസ്റ്റിംഗ് ഫർണിച്ചർ കേട്ടോ. ഡസ്റ്റിംഗ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിന്റെ പൊടികളൊക്കെ തട്ടിക്കളയുക. അതുപോലെ ക്ലീനിങ് ഫിക്സോ വാൾസ്. ഫിക്സർ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന വാൾസ്. ഓക്കെ. പൊടികള് അതുപോലെ തന്നെ വാൾസുകളിലൊക്കെ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. സീലിംഗ് അല്ലെ? സീലിംഗ് അറിയാലോ? സീലിംഗിലൊക്കെ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. അതുപോലെ വിൻഡോസ് ആൻഡ് ബാത്റൂംസ് ഇതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാം. എംപ്റ്റി ട്രാഷ് എന്താണ്? ചവിറ്റുകുട്ടകൾ അല്ലെ? ട്രാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാഷ് മീൻസ് ചവിറ്റുകുട്ട. അതൊക്കെ എന്ത് ചെയ്യണം? വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കളഞ്ഞ് എംപ്റ്റി ആക്കി വെക്കണം. ഇനി എന്താണ്? ആൻഡ് ഡിഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് ഇൻ നഴ്സിംഗ് സ്റ്റേഷൻ. നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിനകത്ത് റെഫ്രിജറേറ്റർ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും. അതിന്റെ ഉള്ളില് ഈ ഐസ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം? എടുത്ത് മാറ്റം. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഡിഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഐസ് ഒക്കെ എടുത്ത് മാറ്റുക. ഓക്കെ. ഐസ് മാറ്റുക. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെയിലി ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. എന്തൊക്കെയാണ്? അടിച്ചു വാരുക, തുടയ്ക്കുക അല്ലെ? അതുപോലെ തന്നെ ഡസ്റ്റ്, ഫർണിച്ചറിന്റെ ഡസ്റ്റ് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാം. വാൾസ് ഒക്കെ എന്തെങ്കിലും പൊടികൾ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. സീലിംഗ് വൃത്തിയാക്കാം. വിൻഡോസ് ആൻഡ് ബാത്റൂംസ് വൃത്തിയാക്കണം. ഈ ചവിറ്റുകുട്ടകൾ, ട്രാഷ് എന്ന് പറഞ്ഞാല് ചവിറ്റുകുട്ടകള് അത് എംപ്റ്റി ആക്കി വെക്കുക. അതുപോലെ നഴ്സിംഗ് സ്റ്റേഷനിലുള്ള ഫ്രിഡ്ജിലുള്ള ഐസുകളൊക്കെ എന്ത് ചെയ്യണം? എടുത്ത് മാറ്റാം. ഇത്തരം കാര്യങ്ങളാണ് ഡെയിലി ക്ലീനിങ്ങില് വരുന്നത്. നെക്സ്റ്റ് ആണ് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ്. These include washing windows, waxing floors, cleaning carpets, dusting, high ceiling, and changing debris. Okay. എന്താണ് പീരിയോഡിക് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്? ഇൻക്ലൂഡിങ് വാഷിംഗ് വിൻഡോസ്. വിൻഡോസ് ഒക്കെ വാഷ് ചെയ്യാം. പിന്നെ വാക്സിംഗ് ഫ്ലോർസ്. എന്താണ് വാക്സിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് മീനിങ് ഓഫ് വാക്സിംഗ്? വാക്സിംഗ് എന്താ? മിനുക്കുക കേട്ടോ. മിനുക്കുക. ഫ്ലോർസ് മിനുക്കുക. ഓക്കെ. മിനുക്കുക. ക്ലീനിങ് കാർപ്പറ്റ്സ്. കാർപ്പറ്റ് അറിയാലോ? കാർപ്പറ്റ് അറിയാലോ? അത് ക്ലീൻ ചെയ്യാം. അതുപോലെ ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്സ്. സീലിംഗ് ഒക്കെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തുടയ്ക്കാം. പരവതാനി. ഓക്കെ. കാർപ്പറ്റ് എന്ന് പറഞ്ഞാല് പരവതാനി, മാറ്റ് അല്ലെ? നമ്മൾ വിൽക്കാറുണ്ട് കാർപ്പറ്റ്സ് ഒക്കെ വീടുകളിൽ. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കുക. ഡസ്റ്റ് ഉണ്ടെങ്കിൽ സീലിങ്ങിലൊക്കെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തട്ടിക്കളയാം. അതുപോലെ ഡൈബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ. തുണികള് ചേഞ്ച് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് പീരിയോഡിക് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ഏതൊക്കെയാണ് പറഞ്ഞത്? വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് മിനുക്കുക, ഫ്ലോർസ് മിനുക്കുക, അതുപോലെ കാർപ്പറ്റ്സ് ക്ലീൻ ആക്കുക, സീലിംഗ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക, അതുപോലെ തന്നെ തുണികളൊക്കെ ചേഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് ട്രാഷ് ആൻഡ്
ഗാർബേജ് റിമൂവൽ. ട്രാഷ് അറിയാലോ, ചവിട്ടുപൊട്ടകള്. ഓക്കെ, ഗാർബേജ് എന്താണ്? ഗാർബേജ് എന്താ? ചവറ്, മാലിന്യം പറയാം. ഓക്കെ, ചവറുകൾ അല്ലെങ്കിൽ മാലിന്യം ഇതൊക്കെ എന്ത് ചെയ്യണം? റിമൂവൽ ചെയ്ത് കളയണം. അതാണ് തേർഡ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. നോക്കാം. ദിസ് include collecting trash and garbages from various points within the hospital and moving them to incinerator dumpster. അറിയാലോ, നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് കൊട്ട കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസിനറേറ്റർ ഡംസ്റ്ററിൽ അല്ലെ വേസ്റ്റ് ഡംപ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കത്തിച്ചു കളയോ അല്ലെ? ആണോ? ഇൻസിനറേറ്റർ ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇനി എന്താണ് നാലാമത്തെ നോക്കിയേ. ഡിസ്ചാർജ് ക്ലീനിങ്. ഡിസ്ചാർജ്, ഒരു വ്യക്തി അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ? അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് നമ്മള് റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതാണ് നാലാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, ഡിസ്ചാർജ് ക്ലീനിങ്. This includes cleaning the patient room after discharge, transfer of a patient and making it ready for another patient. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പേഷ്യന്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ര രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കണം. നെക്സ്റ്റ് പേഷ്യന്റിന് യൂസ് ചെയ്യാൻ രീതിയിലുള്ള ഒരു നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഡിസ്ചാർജ് ക്ലീനിങ് പറയുന്നത്. ഒരു വ്യക്തി ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പേഷ്യന്റിന് യൂസ് ചെയ്യാൻ രീതിയിലുള്ള ഒരു റൂമാക്കി മാറ്റുക. ഇനി എന്താണ്? ഫിഫ്ത് വൺ, എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെറ്റ്സ്. എന്താണ് എക്സ്റ്റർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് മീനിങ്? എക്സ്റ്റർമിനേറ്റിംഗ് ഉന്മൂലനം അല്ലെങ്കിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക പറയാറുണ്ടല്ലോ നമ്മള്. എക്സ്റ്റർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാല് നശിപ്പിക്കുക. ഇപ്പോ വേസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ അല്ലെ, ചെറിയ പ്രാണികള്, സൂക്ഷ്മജീവികള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, മൂട്ട, അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ, കീടങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? സ്പ്രേ ഉപയോഗിച്ചിട്ടൊക്കെ അവരെ നശിപ്പിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ലോഷൻ അങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും? നശിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബഗ്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവി. പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രാണികൾ കേട്ടോ, അതിനെയൊക്കെ നശിപ്പിക്കണം. ഇനി നെക്സ്റ്റ് ആണ് പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിങ് കണ്ടീഷൻ ഫോർ എ ഗുഡ് പേഷ്യന്റ് കെയർ. എന്ത് ചെയ്യണം? ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയിട്ട്, സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം അല്ലെ, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല രീതിയിൽ ഗുഡ് പേഷ്യന്റ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് വൺ ആണ് വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. അറിയാല്ലേ, ഇൻഡോർ പ്ലാന്റ്സ് വീട്ടിലൊക്കെ വെക്കാറില്ലേ നമ്മള്? ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? ആ പ്ലാന്റ്സിന് എന്ത് ചെയ്യണം? വാട്ടർ ഒഴിച്ചു കൊടുക്കണം അല്ലെ, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്തായിരുന്നു? ഡെയിലി ക്ലീനിങ് ആയിരുന്നു. സെക്കൻഡ് വൺ പീരിയോഡിക് ക്ലീനിങ്. തേർഡ് വൺ trash and garbage removal. Fourth one discharge cleaning. Fifth one exterminating bugs and pests. അതുപോലെ sixth one preventing spread of infection and ensuring condition for good patient care. Last one watering indoor plants. Okay, functions and ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ.
ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. രണ്ട് തരത്തിലാണ്, രണ്ട് ടൈപ്പാണ് ഹൗസ് കീപ്പിംഗ് ഉള്ളത്. ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇൻ ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാല് ഇൻ സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ഇൻ ഹൗസ് സർവീസസിനെ ഇൻസോഴ്സ് സർവീസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് വൺ ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. അപ്പോ ഔട്ട്സോഴ്സിംഗ് സർവീസസ് ഉണ്ട്, ഇൻസോഴ്സിംഗ് സർവീസസ് ഉണ്ട്. മനസ്സിലായോ? ഇനി എന്താണ് ഇൻ ഹൗസ് സർവീസസ് അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. അവിടെ തന്നെ എഴുതിയാലും മതി. പറയാം. ഇൻസോഴ്സിംഗ് സർവീസ് ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. ഇൻസോഴ്സിംഗ് സർവീസ് is the practice of insourcing service is the practice of assigning A-S-S-I-G-I-N-Y, sorry, G. Assigning A-S-S-I-G-N-I-N-G. Assigning this work to existing employees. Existing employees. Existing employees. ഒന്നുകൂടിയും പറയാം. Insource services is the practice of assigning this work to existing employees. എന്താണ് ഇൻസോഴ്സ് സർവീസസ് എന്ന് പറഞ്ഞാല്?
നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതി, അതിനെയാണ് ഇൻസോഴ്സ് സർവീസസ് എന്ന് പറയുന്നത്. നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇൻസോഴ്സ് സർവീസസ് അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസസ്. ഓക്കെ, is the practice of assigning this work to existing employees. നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. നെക്സ്റ്റ് ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഏതാ പറയേണ്ടത് ദൃശ്യ? മലയാളം or ഇംഗ്ലീഷ് ഏതാ പറയേണ്ടത്? സെന്റൻസ് ആണോ? ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇൻസോഴ്സിംഗ് സർവീസസ് എന്ന് പറഞ്ഞാല് ഈസ് ദ പ്രാക്ടീസ് ഓഫ് അസൈനിങ് ദിസ് വർക്ക് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. In-source services is the practice of assigning this work to existing employees. നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതി. ഓൾറെഡി അവിടെ ഉള്ള അല്ലെ നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇൻസോഴ്സ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ ദൃശ്യ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഔട്ട്സോഴ്സിംഗ് സർവീസസ് is the practice of outsourcing services is the practice of hiring hiring an outside company or contractor to perform work. Outsourcing services is the practice of hiring an outside company or contractor to perform work. ജോലി ചെയ്യുന്നതിനായിട്ട് പുറമെയുള്ള കമ്പനിയെയോ കരാറ് അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതി, അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ജോലി ചെയ്യുന്നതിനായിട്ട് പുറമേയുള്ള കമ്പനിയെയോ കരാർ അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതി, അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളും, ഇൻസോഴ്സ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസസും എല്ലാവർക്കും കിട്ടിയോ? എഴുതാത്തവരുണ്ടോ? എന്തെങ്കിലും വാക്കുകളോ എന്തെങ്കിലും വേർഡ്സ് കിട്ടുന്നത്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഔട്ട്സോഴ്സിംഗ് സർവീസസിന്റെ മലയാളം പറയാം. ജോലി ചെയ്യുന്നതിനായി പുറമേയുള്ള കമ്പനിയെയോ കരാറടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതി, അതിനെയാണ് ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? ഓക്കെ, ഡിസ്റ്റാൻഡ് ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, എലമെന്റ്സ്, ഇൻ ഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സ് സർവീസസ്. ഫസ്റ്റ് ആണ് നമ്പർ. എത്ര നമ്പർ ഉണ്ടാവും? ഇൻ ഹൗസ് സർവീസസിൽ ഫിക്സഡ് ആസ് പെർ ദ ഓതറൈസേഷൻ. ഫിക്സഡ് ആയിരിക്കും, അത്ര മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഫിക്സഡ് ആയിരിക്കും. നിലവിലുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ അവിടെ എത്ര പേരുണ്ടോ അത് ഫിക്സഡ് ആയിരിക്കും. ഇനി എന്താണ് ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറഞ്ഞാൽ ക്യാൻ വാരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. എന്ത് ചെയ്യും? ഫിക്സഡ് ആയിരിക്കോ? ഇല്ല, വാരി ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഓക്കെ, വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. വാരി എന്ന് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഈ ബോക്സ് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്പർ എന്ന് പറയുന്നത് ഇൻ ഹൗസ് സർവീസസിൽ ഫിക്സഡ് ആണ്, ഔട്ട്സോഴ്സ് സർവീസസിൽ വാരി ചെയ്തോണ്ടേയിരിക്കും. വർക്ക് ലോഡ് അനുസരിച്ച് അത് വാരി ചെയ്യും. ഇനി കൺട്രോൾ എന്താണ്? കൺട്രോൾ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്നത്. ഇൻ ഹൗസ് സർവീസസിൽ ആരാണ്? ഡയറക്റ്റ് കൺട്രോൾ ആണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അവരെ എന്താണ് മേൽനോട്ടം വഹിക്കുന്നത്. ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ആളുകളെ കൊണ്ടാണ് അല്ലെ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് എല്ലാ കൺട്രോളും വഹിക്കുന്നത്. അതുപോലെ ഔട്ട്സോഴ്സ് സർവീസസിലാവുമ്പോൾ ആയിരിക്കും ത്രൂ കോൺട്രാക്ടർ ആയിരിക്കും അല്ലെ. കോൺട്രാക്ടർ കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ കോൺട്രാക്ടർ ആണ് അവരുടെ എല്ലാ കൺട്രോളിങ്ങും ചെയ്യുന്നത്. ഇനി ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താണ്? പരിശീലനം. പരിശീലനം എന്ന് പറഞ്ഞാല് ലേ ഡൗൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. എന്താണ് ഇവിടെ പറയുന്നത്? ലേ ഡൗൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഔട്ട്സോഴ്സ് സർവീസിലാവുമ്പോൾ എന്തായിരിക്കും? റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ലേഡ് ജോൺ എന്നാണ് കേട്ടോ. ഓക്കെ, ലേഡ് ജോൺ എന്നാണ് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്, സോറി. ഓക്കെ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പരിശീലനം. ലേഡ് ജോൺ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ലോങ് ആണോ ടെക്സ്റ്റില്? ഓക്കെ, ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പ്രിന്റർ നോട്ടിലുള്ളത് പോലെ തന്നെ സ്ക്രീനിലുള്ളത് പോലെ തന്നെയല്ലേ കിടക്കുന്നത്? ലോങ് ഡ്രോൺ അല്ലെ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ പരിശീലനം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇൻ ഹൗസ് സർവീസസില് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവിടെയുള്ള ആ പരിശീലനം കൊടുക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഔട്ട്സോഴ്സ് സർവീസസില് കോൺട്രാക്ടർ ആണ്. കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. എന്താണ്? സ്റ്റാഫിന്റെ തുടർച്ച അല്ലെ. സ്റ്റാഫിന്റെ തുടർച്ച. അഷ്യൂർ ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ എന്താ പറയുന്നത്? ഇവിടെ ഈ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരമായിരിക്കും. എവിടെ? ഇൻ ഹൗസ് സർവീസസിൽ. മനസ്സിലായോ? ഇൻ ഹൗസ് സർവീസസിൽ മോർ സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരമായിരിക്കും. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിലോ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സർവീസ് ക്യാൻ വാരി. ഇനി എന്താണ്? കോൺട്രാക്ടർ അല്ലെ. കോൺട്രാക്ട് ബേസിലാകുമ്പോൾ എന്താണ്? ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടൊക്കെ വാരി, വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ലീവ് എങ്ങനെയാണ്? ലീവ് ഫോർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ലീവ് എങ്ങനെയാണ്? ഇൻ ഹൗസ് സർവീസിലാകുമ്പോ നോ ലീവ് റിലീവ്. ഇനി ഔട്ട്സോഴ്സ് സർവീസിലാകുമ്പോഴോ കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീവ് ഇഫ് സോ സ്പെസിഫൈഡ് ഇൻ ദ TORS, terms of reference. ആ റെഫറൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലീവ് കോൺട്രാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ലീവ് ഉണ്ടാവും, അവര് ആ റെഫറൻസ് നോക്കിയിട്ട് ആ റെഫറൻസ് അനുസരിച്ചിട്ടാണ് ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇൻ ഹൗസിലാണെങ്കിൽ ലീവ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്? ജോബിന്റെ ആ വിതരണം എങ്ങനെയാണ്? ആസ് laid down by authorities. എന്താണ്? അധികാരികള് നിശ്ചയിച്ച പ്രകാരമായിരിക്കും ജോബ് തരുന്നത്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണ്? ആസ് പെർ ദി ടേംസ് ഓഫ് ദി റഫറൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഓക്കെ, അത് ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കേട്ടോ. TROs ചോദിച്ച് കണ്ടിട്ടില്ല. As per the terms of the reference of contract ബേസിലാണ് ജോബ്, കോൺട്രാക്ടിന്റെ ബേസിസിൽ. ഇനി അതുപോലെ തന്നെ 7th, ensuring quality at the time difficult to maintain. ഇതാണ്, ചില ടൈമിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇൻ ഹൗസ് സർവീസിൽ. ചിലപ്പോ അവരെ നോക്കാനായിട്ട് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, തോന്നിയ പോലെ അവർക്ക് ചിലപ്പോ ചെയ്യും അല്ലെ. ചിലപ്പോ നല്ല രീതിയിൽ ക്ലീൻ ആക്കാം, ചിലപ്പോ എന്താണ് ക്ലീൻ, ചിലപ്പോ നല്ല രീതിയിൽ ക്ലീൻ ആക്കില്ല. അപ്പൊ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാവും അല്ലെ. നോക്കാൻ ആളുണ്ട്, ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്യണം എന്നുള്ളത് അവർക്ക് തോന്നും. പക്ഷെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ചില ടൈമില് ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി എന്താണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും ചില ടൈമില്. ഇനി ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിലോ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ടും സ്മൂത്ത് ആയിട്ടും ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് പെനാലിറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽഡ് പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിഴ അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഡെലിവർ ചെയ്യണം. എവിടെ? ഔട്ട്സോഴ്സ് സർവീസിൽ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ ടേബിള് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ ടേബിള്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ആണോ? ഇത്ര വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? താങ്ക് യു.